ചുരുക്കി പറഞ്ഞ നിന്റെ തലയ്ക്കും ഇതേ ഇപ്പൊ ഗുളികനാണല്ലോ ദിവ്യേ. നീ വിചാരിച്ചതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്ക് വരാൻ പോകുന്നത് 8ന്റെ പണിയാണ് താനും. അഖിലയും ആകാശം തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചപ്പോ നീ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ? അണിഞ്ഞു നടക്കാൻ 60 പവൻ സ്വർണം, അടിമപ്പണി ചെയ്യിക്കാൻ അഖില, ഒക്കെ കഴിഞ്ഞു. ആന്റി, എന്നെ കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ ആന്റിയെ കാണാൻ വന്നത്. എന്തേലും വഴിയുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയേ. അഖില വരുമ്പോ കിട്ടുമെന്ന് പറഞ്ഞ സ്വർണം ഇപ്പോഴും പഞ്ചരത്നത്തിൽ. ആകാശ് വീട് വാടകയ്ക്കെടുത്ത് താമസം മാറുന്നതോടെ നിന്റെ ബാക്കി പ്ലാനും തെറ്റും. ഇനി നിനക്കവളെ തൊടാൻ പോലും പറ്റില്ല. അവര് വാടകയ്ക്കെടുത്ത വീടിന്റെ പടി ചവിട്ടിയാ ആകാശ് നിന്റെ കാല് തല്ലി ഒടിക്കും. അവൾ അവിടുന്ന് പോവരുത് ആന്റി, അതിനൊരു വഴി പറഞ്ഞതാ. അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വീട് വാടകയ്ക്ക് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുവോ? ആകാശിന് ജോലിയുണ്ട്, വരുമാനവും ഉണ്ട്. അവർക്ക് താമസം മാറാൻ എന്താ തടസ്സം? അവര് വാടകയ്ക്ക് എടുക്കാൻ പോകുന്ന വീടിന്റെ ഉടമസ്ഥനോട് വീട് കൊടുക്കരുതെന്ന് പറയാം. പിന്നെ എങ്ങനെ മാറും? എത്ര വീട്ടുകാരോട് പറയും? ഒരാളോട് പറയാം, അപ്പൊ അവർ അടുത്ത വീട് നോക്കും. ശരി, അയാളോടും പറയാം, അപ്പൊ മറ്റൊരു വീട്. അത് മാത്രമല്ല, എന്ത് കാരണം പറഞ്ഞാ വീട് കൊടുക്കരുതെന്ന് പറയുന്നത്? അതാ